അങ്ങനെ തിരുനാവായ നിലവാരത്തേക്ക് കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് അരിക്കോളി അമ്പലത്തിൽ തിറ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ് 3-4 കൊല്ലങ്ങളായി ഇത് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് അതിനുള്ളൊരു ചാൻസ് കിട്ടിയത്. അപ്പം ഞാനും അമ്മയും മോനും കൂടെ അവിടെ എത്തുമ്പോൾ തന്നെ ഗുളികന്തറയൊക്കെ ഏകദേശം കഴിഞ്ഞ് അനുഗ്രഹമൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം കാരണവർ തിറയാണ് നടക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഒരുപാട് തിറയൊക്കെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ഇവിടെ നിന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈപ്പ് തിറ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം എൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ അമ്പലങ്ങളിലൊക്കെ ഗുളികൻ, ഭഗവതി അങ്ങനെ ഒരുപാട് ദൈവങ്ങളുടെ തിറയാണ് ഞാൻ കണ്ടത്. ഇനി ഞാൻ കാണാനിട്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഒരു തിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് മരിച്ച ഒരാളുടെ തിറയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അവരുടെ തറവാട്ടമ്പലം ആണെന്നാണ് തോന്നുന്നത്. എനിക്കതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല കേട്ടോ. അതിനു വലിയ സ്റ്റോറി ഞാൻ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കുട്ടി കലാകാരന്മാർ ചെണ്ട കൊട്ടുന്നതിൻ്റെ അടുത്ത് നിന്ന് താളം പിടിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള തിരക്കും തെയ്യത്തിനൊക്കെ കൂടുതൽ ആ ഒരു പൂർണ്ണത നൽകുന്നത് ഇങ്ങനെ ചെണ്ട കൊട്ടുന്ന ആ ഒരു കലാകാരന്മാരും കൂടെയാണ് കേട്ടോ. അപ്പം അതൊക്കെ കുറേ നേരം നോക്കിയതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയേ. നല്ല 2 തരം കറികളും എല്ലാം കൂടെ കൂട്ടി ചോറൊക്കെ കഴിച്ച് അതിനുശേഷം ഭഗവതി തറയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഭഗവതി തറയും ഉണ്ടായിരുന്നു. ഭഗവതി തറയ്ക്ക് ശേഷം പോതിയും ദാരികനും ആയിരുന്നു കേട്ടോ. അപ്പോൾ പോതി ദാരികനെ വധിക്കുന്നതായിട്ട് ആയിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കോഴിവെട്ടായിരുന്നേ. അതായിരുന്നു ഉത്സവ സമാപനം. അപ്പോൾ കോഴിവെട്ട് കാണാനാണെങ്കിൽ എനിക്ക് തീരെ മനക്കെട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് പോയിട്ടില്ലായിരുന്നേ.